നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച ഞണ്ട് കറിയാണ്. അതിനുവേണ്ടി 1/2 കിലോ ഞണ്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ: ഒരു സവാള, ഒരു തക്കാളി, ഒരു പച്ചമുളക്, 3 വെളുത്തുള്ളിയാണ്. സവാള, തക്കാളി, പച്ചമുളകൊക്കെ ചെറുതാക്കി മുറിച്ച് നമ്മളൊരു പാത്രത്തിലെടുക്കണം. അതിലേക്ക് നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ട് ചേർക്കാം. അതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കുക. 1.5 സ്പൂൺ ഉപ്പും ചേർക്കണം. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ചേർക്കുക. വെള്ളം ചേർത്തതിന് ശേഷം ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മീനിലേക്കൊക്കെ പിടിക്കാനാണ് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കത് ഗ്യാസിൽ വെച്ച് തിളപ്പിക്കാം. ഈ ഗ്യാസിൽ വെച്ച് നല്ല തീയിൽ തന്നെ ആദ്യം നന്നായി തിളയ്ക്കണം. നല്ല തീയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി തീ കുറച്ച് ഒരു 10-15 മിനിറ്റോളം വേവിക്കണം. ഞണ്ട് വേവുള്ളതാണ്, അതുകൊണ്ട് ഒരു 10-15 മിനിറ്റെങ്കിലും ഞണ്ടിന് വേവുണ്ടായിരിക്കും. അടച്ച് വെച്ച് വേവിക്കുക. ഏകദേശം ഒരു 10-15 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഇനി നമ്മളത് തുറന്ന് അതിലേക്ക് തേങ്ങ വറുത്ത് അരച്ച് വെച്ചത് ചേർക്കുകയാണ്. തേങ്ങയിൽ നമ്മൾ എടുക്കുന്നത് 1/2 കിലോ ഞണ്ടിന് ഒരു 1/4 മുറി തേങ്ങ മതി. 1/4 മുറി തേങ്ങ, അതുപോലെ 1/4 സ്പൂൺ വലിയ ജീരകം, 2 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഇത്ര എടുത്ത് വറുത്ത് വെള്ളം ചേർക്കാതെ അരച്ച് വെച്ചതാണ്. അത് ഈ വെന്ത് വന്ന ഞണ്ടിലേക്ക് നമ്മൾ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് ഇത് തിളപ്പിക്കണം. നല്ല തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് കുറച്ച് വയ്ക്കാം. കുറച്ച് 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പോൾ കറി ഏകദേശം വെന്തു പാകമായിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി അതിലേക്ക് നമ്മൾ വറുത്തിടാൻ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്. 3 ചെറിയ ഉള്ളി നമ്മൾ എടുത്ത് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് ഞണ്ട് ഏകദേശം പാകമായിട്ടുണ്ട്. നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം. വറുത്തിടാൻ ഒരു ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് എടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഈ 3 അരിഞ്ഞ് വെച്ച ഈ 3 ചെറിയ ഉള്ളി ചേർക്കുക. അത് ഇളക്കി കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ അത് വേവണം. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർത്ത് ഇപ്പോൾ വറുത്ത് പാകമായിട്ടുണ്ട്. നമുക്ക് ഞണ്ടിലേക്ക് ചേർക്കാം. വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഞണ്ട് കറിയാണ്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത് ചോറിലൂടെ കഴിക്കാനോ അല്ല പുട്ട്, വെള്ളപ്പം, അതിലേക്കൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. നമുക്കതൊരു കഴിക്കാനൊരു എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.
താങ്ക് യു.